നിങ്ങൾ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്നാണ്. അതിപ്പോൾ എൻ്റെ യാത്രയുടെ അവസാന തീയതിയാണ് പറഞ്ഞത്. ഞാൻ ആ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അവിടെ ഉണ്ടാവുമല്ലോ, അത് മതി. ഓക്കെ, ഇനി മതി. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഈ കേരള പോലീസിനെ ഇത്രയും മോശമാക്കിയത് നമ്മുടെ ഈ പിണറായി വിജയൻ തന്നെയാണ്. കാരണം ഈ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക തന്നെ ഒരു അന്തം കിട്ടുന്നില്ല. അപ്പോൾ അന്തം കമ്മിയാണെന്ന് നിങ്ങൾ കരുതരുത്. അന്തം കിട്ടാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ വാർത്തകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ത് തുറന്നാലും ഇപ്പോൾ കൂടുതൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ, അതായത് പ്രതിഷേധം, അതേപോലെ ഈ ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള, അതേപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇതൊക്കെയാണ് കൂടുതലും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മൊത്തം രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക ലഹരി മണം ആയി, ഒരു ഗന്ധം കേരളത്തിലെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കാമെന്നും കൂടിയും പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള പ്രശ്നം തുടക്കം ശരിക്കും പറഞ്ഞാൽ സുജിത്ത് തൃശ്ശൂർ കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിൽ തുടങ്ങിയൊരു കേസാണ്. അതിന് തൊട്ടു പുറകെ ആയിട്ടാണ് പിന്നീട് ഇങ്ങനെ ശബരിമലയിലെ സ്വർണം കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്ത് അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ പ്രശ്നം, അതായത് ശബരിമല കൊള്ള, സ്വർണം ചെമ്പാക്കി മാറ്റിയതിൻ്റെ വിദ്യ കേരളത്തിലെ വിശ്വാസികൾക്കും അതേപോലെ എന്താ പറയുക ഈ അണികൾക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിലാണോ, ഇനി അറിയും എന്നുള്ള രീതിയിലുള്ളൊരു മാറ്റാണോ, അതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെട്ടുക, കുത്തുക. അതേമാതിരി നമ്മൾ ഷാഫി പറമ്പിലിനെ പോലീസുകാർ അടിക്കുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതും പോരാതെ നമ്മൾ അത്രയും വിഷ്വൽ കണ്ടിട്ട് അവിടുത്തെ പോലീസുകാർ മാത്രം കണ്ടില്ല അത്രേ. അപ്പോൾ അതിന് മുന്നേ വേറൊരു കേസും കൂടി ഉണ്ടായിരുന്നു, പോലീസ് തല്ലി അത് പോലീസുകാർ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷം മുന്നുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പിണറായി ഇത്രയും മോശമായിട്ട് ഈ കേരള പോലീസിനെ മറ്റുള്ളവരുടെ മുന്നിൽ കേരളത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ലോകത്തിന് അപമര്യാദയായിട്ട് അപമാനിക്കുകയാണ് കേരള പോലീസിനെ. കാരണം ഇവർക്ക് കുട്ടികളും കുടുംബവും എല്ലാതും ഉണ്ട് എന്നുള്ളത് നമ്മുടെ പിണറായിക്ക് അറിയില്ലേ? അതോ ഈ പിണറായിക്ക് മാത്രമാണോ കുടുംബവും കുട്ടികളും മരുമാരും പേരക്കുട്ടികളും ഒക്കെ ഉള്ളത്? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ സത്യം പുറത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സത്യം പുറത്ത് വരാൻ പോകുമ്പോൾ ഈ സത്യം പുറത്ത് വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കട്ടവർക്കും ഈ കട്ടതിന് കൂടെ നിന്നവർക്കും അതുപോലെ തന്നെ അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന പിണറായി വിജയനും ഭയങ്കര ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മാത്രമല്ല, ഈ UDF കോൺഗ്രസ്സിനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു തോന്നുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ പേരാമ്പ്രയിൽ നല്ല പ്രതിഷേധമാണ്. കോൺഗ്രസ്സുകാരും അതേപോലെ BJP-ക്കാരും വന്നിട്ട്, BJP-ക്കാർ എന്തിനാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏതാണെന്നുള്ളത്. അപ്പോൾ ഭയങ്കര പ്രതിഷേധത്താണ്, അടിയും കുത്തും, പോലീസിൻ്റെ വണ്ടിയിൽ അടിക്കലും, പോലീസുകാരെ ലാത്തി എന്താ പറയുക ഈ തടുക്കണ ഒരു സാധനം ഉണ്ടല്ലോ, ഗ്ലാസ് പോലെ, അതിമയൊക്കെ പൊരിഞ്ഞ അടിയാണ്. അപ്പോൾ ഇവർ പരമാവധി ക്ഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ കൊണ്ട് അവസാനിക്കും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ ഈ ഷാഫി പറമ്പിൽ, അതായത് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ. ഒരു മുഖ്യമന്ത്രി ആവാൻ, കേരളത്തിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു മുഖ്യമന്ത്രി ആവാൻ യോഗ്യത ഉള്ള ഒരാളും കൂടിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ 7 മാസം ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 7 മാസത്തിൻ്റെ ഉള്ളിൽ ഷാഫി പറമ്പിലിനെ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കും, ജനഹൃദയങ്ങളെ ഏറ്റെടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം കൂടി ഉണ്ട് ഈ LDF സർക്കാരിനെ.
അപ്പോൾ അതാണ് ഇവർ പിന്നെ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഭയങ്കര ട്രോളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇവർ തന്നെ അണികൾ തന്നെ എന്താ പറയുക ഷോഫി എന്നൊക്കെ പിന്നെ ട്രോളാക്കിയിട്ട് പിന്നെ മഷിക്കുപ്പിയാണ് അത്, പിന്നെ എന്താ പറയുക പെയിൻ്റാണ്, അപ്പെക്സ് അൾട്ടിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളായിരുന്നു, കളിയാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലൊരു ഒരു പിന്നെ എന്താ പറയുക ഒരു പൊട്ടൻ ചോദിക്കുകയാണ്, ഈ തലക്കടിയിട്ടിയ എങ്ങനെയാണ് മൂക്കിന്ന് ചോര വരികയെന്ന്. അപ്പോൾ അതിനൊരു മാതൃഭൂമി ന്യൂസുകാർ ഒരു പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മൂലത്തിലാണ് അടിക്കേണ്ടത്. അപ്പോൾ അവന് എവിടെ നിന്നൊക്കെയാണ് ചോര വരിക എന്നുള്ളത് കറക്റ്റായിട്ട് അവന് തന്നെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഇതിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രതിഷേധം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ 99.9% നമ്മുടെ എന്താ പറയുക കോൺഗ്രസ്സിന് തന്നെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം 2026 പിന്നെ ജയിക്കാനുള്ള ചാൻസ് കോൺഗ്രസ് തന്നെ, അത് യാതൊരു സംശയമില്ല. കാരണം ഇവർ പ്രതിഷേധിച്ചത് കൊണ്ടല്ല, ഈ പിണറായി ഇത്രയും കാര്യങ്ങളും ഇത്രയും പിന്നെ അതായത് ജനങ്ങളുടെ പിന്നെ സുരക്ഷ, അതായത് ഈ പിണറായി പോകുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക, ചെടിച്ചട്ടി കൊണ്ട് ലാത്തി കൊണ്ട് മറുപടി കൊടുക്കുക, അതൊക്കെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക പിന്നെ 2026 നമുക്ക് നല്ലൊരു കോൺഗ്രസിൻ്റെ ഭരണം വരുമെന്നാണ് വാർത്താക്കാരും അതേപോലെ ജനങ്ങളും. ഷാഫി പറമ്പിലിനെ എത്ര ആൾക്കാർ പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊക്കെ ഈ പിണറായി സർക്കാരിൻ്റെ ആളുകൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ എന്താ പറയുക തോന്നിവാസം പറഞ്ഞിട്ടും തെമ്മാടിത്തരം പറഞ്ഞിട്ടും അപമാനിക്കാൻ ശ്രമിച്ചിട്ടും എന്താ അങ്ങോട്ട് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെയാണ് തോണ്ടുന്നത്. അത് ഈ പിണറായിക്ക് അറിയില്ല, അല്ലെ പിണറായിയുടെ പിന്നെ ആളുകൾക്ക്, അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അറിയില്ലേ? അത് ശരിക്കും ഇയാളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ ബഹുമാനം, മന്ത്രിമാരെ ബഹുമാനം ചേർത്ത് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സർക്കുലർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അല്ല വെറുതെ ഒരാളോട് ബഹുമാനിക്കുമോ? ഇപ്പോൾ റോട്ടിലൂടെ എത്ര വണ്ടികൾ പോകുന്നുണ്ട്, എത്ര ആളുകൾ പോകുന്നുണ്ട്, അവരൊക്കെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ മന്ത്രിയെ മാത്രം ഒരാളും ബഹുമാനിക്കില്ല. വെറുപ്പും അറപ്പുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അവരുടെ ഇടയിലുള്ള പാർട്ടിക്കാർക്കും കൂടി വെറുപ്പും അറപ്പുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക? ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി ചെന്നാലല്ലേ നിങ്ങൾക്ക് പിന്നെ വോട്ടും അതേപോലെ ഈ മൂന്നാം ഭരണവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഭരണം, അതായത് സ്വർണം ചെമ്പാക്കിയതാണ്. ഇപ്പോൾ DYFIൻ്റെ ഏതൊരു ഇതിലുണ്ട് ചെമ്പട ഇത് ചെമ്പട ഇത് ചെമ്പട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് പറഞ്ഞത് ശരിക്കും ഇന്നാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും വാക്കുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ എഴുതി സൂചിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കേരളത്തിൽ കൂടുതലും ജയിലുകൾ വരുന്നുണ്ട് പറഞ്ഞു. ഈ ജയിലുകൾ ആർക്കാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ ഭരണം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൊണ്ടുപോകും. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ, അതായത് പിണറായിയുടെ അറ്റത്തിരിക്കണ അവർ പിണറായി സർക്കാർ അങ്ങോട്ട് പിന്നെ എന്താ പറയുക അങ്ങോട്ട് പറയാണ്, അന്ന ആൾക്കാരെ അടിച്ച ഓടിക്ക്. മമ്മൂക്കോയ അല്ല ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയില്ലേ, പിന്നെ മമ്മൂക്കോയ കയറി വരുമ്പോൾ എനിക്കൊന്നും അറിയില്ല അടിച്ച് തലമണ്ടം പൊട്ടിക്കുന്നു പറയില്ലേ, അതേപോലെ അവർ ആജ്ഞാപിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പോലീസുകാർക്ക് ഇതുപോലുള്ളൊരു അവസ്ഥ വേണ്ടി വന്നത്. കാരണം കേരള പോലീസിലുള്ളവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇത്രയും ക്രിമിനലായ ആൾക്കാർ, ഇത്രയും എന്താ പറയുക ഇത്രയും മോശമായിട്ടുള്ള ആൾക്കാർ വന്നത് ഈ 2019 ഈ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം മാത്രമാണ്. അപ്പോൾ അവിടെ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ മൂപ്പർക്ക് വയ്യ. മൂപ്പര് എന്താ ചെയ്യും? മൂപ്പര് കാറ് കയറിയാൽ പിന്നെ അവിടെ ഒരു മനുഷ്യനും പാടില്ല, കറുത്ത കൊടി പാടില്ല, കറുത്ത ഫ്ലെക്സ് പാടില്ല, ഒരു കറുത്ത പൂച്ച ചാടാൻ പറ്റില്ല, ഒരു കറുത്ത നായ ചാടാൻ പറ്റില്ല. അപ്പോഴൊക്കെ അവിടെ പ്രതിഷേധമാണ്, മൂപ്പർക്ക് പ്രതിഷേധമാണ്. അപ്പോൾ ഇത് തരം ഒരു മാനസിക രോഗമാണിത്. ഈ മാനസിക രോഗത്തിന് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട്, അത് അമേരിക്കയിൽ പോകുന്നത് നിങ്ങൾ പണിയെടുത്ത പൈസയും കൊണ്ടൊന്നല്ലല്ലോ പോണത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളേതായ ജനങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ടാണ് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ ചികിത്സിക്കാനൊന്നുമല്ല. അവിടുത്തെ കള്ളത്തരം, അവിടെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇവിടുത്തെ സ്വർണ്ണം ചിലപ്പോൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾ വിൽക്കാനോ മാറ്റി
കൊടുക്കാനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അല്ലാതെ വേറെ വേറൊരു ഇതും ഇല്ല. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ഈ രാഷ്ട്രീയം. അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ. പക്ഷേ ഈ LDF കാരണം പിണറായി സർക്കാരിൻ്റെ ഭരണം കൊണ്ട് മാത്രമാണ് ഇത്രയും മോശമായത്. ആളുകൾക്ക് സ്വൈരല്ല, ആളുകൾക്ക് ജോലിയില്ല, ആളുകൾക്ക് മനസമാധാനമല്ല, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല, ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. യുവാക്കൾ ഭാവി സ്വപ്നം കണ്ട് നടക്കുകയാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇതിനൊക്കെ വേണ്ടത്. കാരണം നമ്മുടെ കേരളം വികസനം കൊണ്ട് നിറയും എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ഒരാളാണ്, ഭരണത്തിൽ കയറിയ ഒരാളാണ്. എന്ത് വികസനമുള്ളത്? കൂടുതലും യുവാക്കൾ MDMA, കഞ്ചാവ്, പിന്നെ മാരക ലഹരി വസ്തുക്കളായിട്ട് ഓരോ ആൾക്കാർ പിടിയിലാവുകയാണ്. കാരണം ഇവർക്ക് നമ്മുടെ കേരളത്തിൽ തൊഴിലില്ല. എന്നിട്ട് പിന്നെ തൊഴിൽ മന്ത്രി എവിടെയെന്ന് തന്നെ അറിയില്ലല്ലോ അല്ലേ. ഓരോ വകുപ്പും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ എത്രങ്ങാനും വേക്കൻസികളാണ്. ഇതൊക്കെ പാർട്ടിക്ക് കാശ് കൊടുത്താൽ അവർ പിന്നത്തെ വാതിൽക്കടെ ഇവർ കയറ്റിയിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ പണമാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇവിടെ നിയമത്തിന് ഒരു വിലയില്ല, നിയമത്തിന് പുല്ല് വിലയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സർക്കാരിന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടിക്കൊടുപ്പ് വരെ നടക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ അടുത്ത കേസ് പിണറായിയുടെ മകന് EDയുടെ സമൻസ് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ തന്തി മക്കളും കുടുംബമൊക്കെ പാടെ കൂടിയിട്ട് കക്കാൻ ഇറങ്ങിക്കന്നെയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ശരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ മകൻ എന്തിനാണ് ഈ ED സമൻസ് അയക്കണേ? എന്തിൻ്റെ ആവശ്യമുള്ളത്? അതിന് വേണ്ടിയിട്ടാണ് മൂപ്പര് രാഖി രാമായണം തലയിക്കട തിലകന് സ്ഫടികത്തിൽ മോഹൻലാലിനെ കാണാൻ പോകില്ല, ആശുപത്രിക്കൊരു പോക്കില്ലേ, അതേപോലുള്ള പോക്ക് പോയത്. അവിടെ പോയി കാല് പിടിച്ച് ഷൂ നക്കിയിട്ടുണ്ടാവും. കേരളത്തിൻ്റെ ജനങ്ങളെ ഒറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടില്ല. സമാധാനത്തിൻ്റെ കാര്യം പോട്ടെ, നിങ്ങൾക്കതില്ല. നിങ്ങളൊരു മനുഷ്യനല്ല. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തിലല്ല, നിങ്ങൾ സെമിത്തേരിയിലാണുള്ളത് ശരിക്കും. ജനങ്ങളുടെ ഭാവി പിന്നെ ചിന്തകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെമിത്തേരിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഭരണം. തീർച്ചയായിട്ടും അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നല്ല, പക്ഷെ ഇതിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ സ്വയം മനസ്സിന് വല്ലാതെ എന്താ പറയുക രക്തം തിളയ്ക്കുക എന്ന് പറയില്ലേ. പാർട്ടിയിൽ തന്നെ ഒരു പാട്ടുണ്ടല്ലോ, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന, അത് മറ്റേ പിന്നെ ശ്രീനിവാസനും ഇതിലുള്ള പാട്ടാട്ടോ. ആ പാട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറേ വർഷമായി. അപ്പോൾ ആ പാട്ടിൻ്റെ ഇത് ഓർമ്മ വരിക നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേരളം ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 2018 ശേഷം 2025 വരെ ഈ ദിവസം വരെ, ഇന്നിപ്പോൾ 13-ാം തീയതിയാണ്, ഈ 13-ാം തീയതി വരെ ജനങ്ങൾക്ക് ഇതെന്താണ് നടക്കുന്നത്? കാരണം മുഴുവൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് തുറന്ന മെസ്സേജ് ഇങ്ങനെ വരിക, മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരികയാണ്. അവിടെ അത് അടിച്ചു, ഇവിടെ പ്രതിഷേധം, ഇവിടെ പോലീസിനെതിരെ, ഒക്കെ പോലീസിനെതിരെയാണ്. അപ്പോൾ ഇയാൾ പോലീസിനെ അങ്ങോട്ട് വട്ടിയിട്ട് ചാക്കിലാക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പോലീസുകാർക്കുണ്ടൊരു പിന്നെ എന്താ പറയുക ഒരു അഭിമാനം. കേരള പോലീസ് പണ്ടൊക്കെ നല്ല അഭിമാനത്തോടു കൂടി എല്ലാ രീതിയിലും കേസും കാര്യങ്ങളൊക്കെ വായിച്ചിരുന്നതാണ്. ഇപ്പോൾ കേരള പോലീസിന് പിണറായിയുടെ കള്ളക്കളി ഒതുക്കി തീർക്കാനേ ഉള്ളൂ സമയം, അല്ല കേസും കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഇപ്പോൾ അവർക്ക് സമയമില്ല. അപ്പോൾ പോലീസുകാർക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് സമ്മർദ്ദമാണ്. ഇപ്പോൾ കുറേ ഉദ്യോഗസ്ഥന്മാർ പോലീസിൻ്റെ പിന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, നീ അത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കുരുത്തക്കേട് വാങ്ങി വയ്ക്കുകയാണ് ഈ പോലീസുകാർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ഉറങ്ങുമ്പോൾ എങ്ങനെയാണിത് പിന്നെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അതായത് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടെറിഞ്ഞ് പോവാം. കാരണം ഇതിപ്പോൾ ഞാനൊരു കാര്യം പറ്റേ, ഇപ്പം എല്ലാ കാലവും എല്ലാവരും ഉണ്ടാവില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എപ്പോഴും 125 വർഷമൊന്നും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കില്ല. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകണു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, അതോടുകൂടി ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് തീരാനുള്ള പരിപാടിയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ. മൊത്തത്തിൽ രാഷ്ട്രീയം കൊണ്ട് പേടിപ്പെടുത്തുന്ന ഓരോ ദിവസവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം കൊണ്ടും
അതായത് ഈ സ്വർണ്ണക്കടത്തും ഒക്കെ പാടായിട്ട് ഭയങ്കര ഓരോന്ന് പിണറായി സർക്കാരിൻ്റെ ഓരോ പിന്നെ അതായത് മോഷണ ശ്രമങ്ങളിൽ ഓരോന്ന് മറയ്ക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അത് മറ്റുള്ളവരെങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസിനോട് മാത്രമേ പറ്റുള്ളൂ. എന്താണ് ഇവർ പിന്നെ BJP ആയിട്ട് പിന്നെ പ്രതിഷേധവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പോവാത്തത്? ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെയാണ് ഈ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയിലേക്ക്. അത് നിങ്ങളുടെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ പോലീസുകാരുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇയാളെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇറങ്ങരുത്. കാരണം പിന്നെ ആവശ്യമില്ലാത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണൊക്കെ തീരുമാനിക്കുന്നത്. അല്ല അപ്പോൾ ഈ പിണറായി അല്ല. അപ്പോൾ പിണറായി മിനിഞ്ഞാന്നൊരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ പത്രക്കാരെ വിളിച്ചിരുത്തിയിട്ടാണ് അങ്ങോട്ട് പോയത്. പത്രക്കാർ വെറുതെ കയറി പോകില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് കേട്ടാൽ മതി, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പം അല്ല, ഈ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാനാണോ ഇപ്പോൾ ഈ ജനങ്ങൾ അയാളെ കസേരയിലെത്തിയത്? അപ്പോൾ അയാൾക്ക് ശരിക്കും വിവരമില്ല. അയാൾ വേറെ ഏതോ ഒരു ലോകത്ത് ഉണ്ടായ ആളാണ്. കാരണം അയാൾക്ക് വിവരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ അയാൾ പറയണത്. ഞാൻ പറയണത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ദേഷ്യം വരും? അല്ല, ഈ ആരാടാ ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അഹങ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ധ്വനിയാണ്. അത് ഒരിക്കലും അയാളെ വിട്ടു പോവില്ല. കാരണം അയാൾ അങ്ങനെയാണ്. അയാളും അയാളെ ഫാമിലി അങ്ങനെയാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയും കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത്, ലാവ്ലിൻ കേസ്, നമ്മുടെ ചൂരൽമലയത്തെ 280 കോടി 270 കോടി രൂപ, ഇതൊക്കെ എവിടെ പോയി? ഇതൊക്കെ ആര് കൊണ്ടുപോയി നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങളത് ഞാൻ പറയുമ്പോൾ വാർത്താക്കാരോടും പറയണം. പിന്നെ അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ, VD സതീശൻ, രാഹുൽ മാങ്കൂട്ടം, നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ആവശ്യമില്ലാത്ത പ്രതിഷേധത്തിന് പോകരുത്. ഇപ്പോൾ നിങ്ങൾ വേവോളം ഇരുന്ന 6 ഇരിക്കാൻ എന്താ കുഴപ്പം? നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രതിഷേധത്തിന് പോയിട്ടാണ് ഈ പ്രശ്നം. നിങ്ങൾ കുറച്ച് കാലം മൗനമായിട്ടിരിക്കുക. അവർ ചെയ്യണെന്താ ചെയ്തോട്ടെ. ചില ആൾക്കാർ മരിച്ചപ്പോൾ പിന്നെ ഒരു വാർത്ത ഉണ്ട്, ഏതൊരു സ്ത്രീ കിണറ്റിൽ ചാടിയിട്ട് ഒരു പാവപ്പെട്ട പിന്നെ അതായത് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും കൂടി മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഈ ശവങ്ങൾ ചത്തോട്ടെ. കാരണം ചാവാനുള്ളൊരു ചാവുന്ന്. അപ്പോൾ ഈ നല്ല ആൾക്കാരുണ്ടാവുമ്പോൾ ഈ നല്ല ആൾക്കാരെയും കൂടി കൊണ്ടുപോകാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇവരൊക്കെ എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ പ്രതിഷേധിക്കാൻ പോവാതെ ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ ഒന്ന് മൗനമായിട്ടിരിക്കുക. പ്രതിഷേധിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ പിന്നെ അണികൾക്ക് കുറേ അടിയും കുത്തും, ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉണ്ടായ പോലെ കുറേ അടിയും കുത്തും, മർദ്ദനവും, പിന്നെ അതേപോലെ ആവശ്യമില്ലാത്ത കേസും. കാരണം ഈ പിന്നെ പ്രതിഷേധിക്കാൻ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വിദേശത്തേക്ക് പോകേണ്ട വല്ല കാര്യങ്ങളും, അല്ലെ ജോലി സംബന്ധമായ കാര്യങ്ങളും, ജോലിയിലേക്ക് കയറാൻ പോകേണ്ട വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പോലീസുകാർ തന്നെ മുടക്കും അത്. പിന്നെ ഇപ്പോൾ അവർക്ക് ഈ ജോലിക്ക് കയറേണ്ട സമയത്തും വിദേശത്തേക്ക് പോകേണ്ട സമയത്തൊക്കെ പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്നം തന്നെ ഇല്ല. അപ്പോൾ പ്രതിഷേധിക്കാൻ പോകണ്ട. ഈ സൂര്യൻ പിന്നെ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദിക്കും. അതാണല്ലോ ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 2025 വർഷം കഴിഞ്ഞു. അപ്പോഴും ഈ സൂര്യൻ ഉദിക്കണോ, അസ്തമിക്കണോ, നിലാവ് വരണോ, പിന്നെ ഇരുട്ടാവണോ, പിന്നെ സൂര്യൻ ഉദിക്കണോ, അതേ ഒരു അവസ്ഥ വരും. എന്നിട്ടും ദൈവം നമുക്കൊരു ഇവിടെ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. ശ്വാസത്തിന് ശ്വാസം തന്നിട്ടുണ്ട്, വെള്ളത്തിന് വെള്ളം തന്നിട്ടുണ്ട്, വെളിച്ചത്തിന് വെളിച്ചം തന്നിട്ടുണ്ട്, എല്ലാതും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ളൊരു കഴിവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വിജയിച്ചു വരാം. ഈ പ്രതിഷേധം കൊണ്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ പോത്തിൻ്റെ മുന്നിൽ വേദാന്തം ഓതിയിട്ട് കാര്യമില്ല എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോത്തുകളുടെ മുന്നിൽ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അവിടെ അവരെ മേലുദ്യോഗസ്ഥ ഇപ്പോൾ ആരാണോ ഭരിക്കണത് അവർ പറഞ്ഞതല്ലേ അവർ കേൾക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് കോൺഗ്രസ്സിനാണ് ഭരണമെങ്കിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞ ആൾക്കാരല്ലേ കേൾക്കുള്ളൂ. BJP ആണ് ഭരിക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അപ്പോൾ ഇത് അറിവില്ലേ നിങ്ങൾക്ക്? അതാണ് ചോദിക്കണത്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ നിന്ന് പോയി ചാടാൻ നിൽക്കരുത്. ചാടിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പ്രതിഷേധിക്കാൻ വരുന്ന അണികൾ, അതിൽ മണ്ടന്മാരുണ്ടാവും, ബുദ്ധിമാന്മാരുണ്ടാവും, ശക്തിമാന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും.
അപ്പോൾ അവരൊക്കെ അത് പിന്നീട് ഭാവിയിലേക്ക് പ്രശ്നങ്ങളാവില്ലേ? മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ട് മഴ അല്ലേനും. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നല്ലവരായ സുഹൃത്തുക്കളെ, നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് നിർത്താം. കാരണം നിർത്തല്ല, തുടങ്ങും തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം മൂഞ്ചി പോയി പറയാം. കാരണം അത് ഇപ്പോൾ ഇതിപ്പോൾ സർക്കാരിൻ്റെ പരാജയം കൊണ്ടൊന്നുമല്ല, പക്ഷേ അത് അങ്ങനെ ആയി പോയി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞാലൊന്നും അത് നടക്കില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഏതാ പറയുക, അതാണോ പറയുക, ഇതാണോ പറയുക, അപ്പോൾ ശരിയാവും. അത് ഈ കാര്യങ്ങളെ പറ്റി ഒരു വിവരമില്ലാത്ത ഏതോ ഒരു മഹാവിദ്വാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ശരി, അതെ, അതാണ് നിങ്ങൾക്കുള്ള വേറൊരു അബദ്ധം.